അപ്പോൾ ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ റെസിപ്പി സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കല്ലുമ്മക്കായ കേട്ടോ. നമുക്ക് എറണാകുളത്ത് ഇതിങ്ങനെ കിട്ടാറേ ഇല്ല, അതുകൊണ്ട് തന്നെ ഇതൊരു അത്ഭുതമാണ്. നമ്മളിത് ഒരു തവണയെങ്ങാണ്ട് ഇത് ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് എന്തായാലും ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിത് എറണാകുളത്ത് എവിടെ നിന്നാണ് കിട്ടിയെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമൻറ്റിലും കൊടുത്തേക്കാമേ. അപ്പോൾ ഇത് കക്ക കിട്ടുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല മണലും അഴുക്കും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം. പറ്റുവാണെങ്കിൽ സ്ക്രബ്ബർ വെച്ച് നമുക്ക് ഉരയ്ക്കുകയും ചെയ്യാൻ വേണമെങ്കിൽ ഷെൽസൊക്കെ എടുത്ത് നമുക്ക് സ്റ്റോക്കൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ആ രീതിയിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ ഈ കഴുകുന്ന പ്രോസസ്സും എങ്ങനെയാണ് അത് ക്ലീൻ ചെയ്ത് ചെയ്യുന്നതെന്നും പിന്നെ നമുക്കൊരു റോസ്റ്റ് ഉണ്ടാക്കാം, പിന്നെ അത് വെച്ച് നമുക്ക് ഫ്രൈ ഉണ്ടാക്കാം. ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയ്ക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ഇച്ചിരി ലെങ്ത് ഉണ്ടാവും, ലാസ്റ്റ് വരെ കാണണം കേട്ടോ. റോഡ് ഇട്ടിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം എടുത്തിട്ട് ആ വെള്ളം യൂസ് ചെയ്ത് കുക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ചോറും കപ്പയൊക്കെ അതിനകത്ത് പുഴുങ്ങിയെടുക്കാൻ വേറെ ടേസ്റ്റ് ഉണ്ട്. അത് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കണ്ടമാനായിട്ട് ഉരച്ച് കഴിയണമെന്നൊന്നുമില്ല. നന്നായിട്ട് ചെളിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ട് തിളച്ച വെള്ളത്തിലിടുക, അല്ലെങ്കിൽ 2-3 മിനിറ്റ് അടുപ്പിൽ വെച്ച് തിളപ്പിച്ചാൽ മതി. അപ്പോൾ ഇതെല്ലാം വാ തുറന്ന് വരും. ഇതിൻ്റെ വാ തുറന്ന് വരും. എന്നിട്ട് അതിനകത്ത് മീറ്റ് എടുക്കാം. മീറ്റ് എടുക്കുന്നത് ഞാൻ കാണാം. അപ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ നമുക്ക് ചൂടുവെള്ളം ഒഴിക്കാം. ആദ്യമേ ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത് ഗ്യാസ് സ്റ്റൗവിലോട്ട് വെക്കാം. ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് കുറച്ച് നേരം തിളപ്പിക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഷെല്ല് ഓപ്പൺ ആകാൻ കുറച്ചുകൂടി ഈസിയർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ചൂടുവെള്ളം ഒഴിച്ചു, പ്രത്യേകിച്ച് അനക്കമൊന്നും തോന്നിയില്ല. അപ്പോൾ നമുക്ക് നേരെ ഗ്യാസ് സ്റ്റൗവിൽ വെക്കാം. അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് തന്നെ ചെയ്യാം കേട്ടോ. ചിലർ ഈ വെള്ളം സ്റ്റോക്ക് എടുത്ത് റൈസ് കുക്ക് ചെയ്യാനും പിന്നെ കപ്പ വേവിക്കാനൊക്കെ ആയിട്ട് എടുക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് കുറച്ച് നേരം ഇങ്ങനെ വേവിച്ച് കഴിയുമ്പോഴത്തേന് ഇതുപോലെ വെള്ള കളറിലുള്ള വെള്ളം ഉണ്ടാവും. മാത്രമല്ല അതിനകത്ത് നമുക്ക് ഷെല്ല് ഇങ്ങനെ പൊട്ടി പൊട്ടി വരുന്നത് കാണാം. കണ്ടില്ലേ, ഷെല്ല് ഓപ്പണായി വരുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് കാണാം. അപ്പം അങ്ങനെ ഷെല്ല് ഓപ്പണായി വരുമ്പോഴത്തേന് ഗ്യാസ് ഓഫ് ചെയ്യുക, എന്നിട്ട് ആ വെള്ളം സ്ട്രെയിൻ ചെയ്ത് കളയാം കേട്ടോ. നമുക്ക് 1-2 തവണ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാം. അധികം വാഷ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ്സും ആ ഒരു സംഭവം എല്ലാം പോകും. അപ്പം അങ്ങനെ പോകാണ്ടിരിക്കാൻ വേണ്ടി അധികം വാഷ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുക, വെള്ളം കളയുക. ഇനി ഇതെങ്ങനെ ക്ലീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഇനി നമുക്ക് ആ ഷെല്ല് തുറക്കാം. കണ്ടില്ലേ, ഷെല്ലിങ്ങനെ പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് അതിൻ്റെ അപ്പുറത്തെ സൈഡിലെ ഷെല്ല് കൊണ്ട് തന്നെ നമുക്കിത് ഇങ്ങനെ തോണ്ടി എടുക്കാം. ഓക്കെ, ഇതാണ് മസിൽസ് അഥവാ കല്ലുമ്മക്കായുടെ മീറ്റ്. ഓക്കെ, ഇത് എറണാകുളത്ത് അങ്ങനെ കിട്ടാറില്ല കേട്ടോ. അപ്പോൾ ഇത് ആദ്യമായിട്ട് നമ്മളിവിടെ ഇങ്ങനെ കാണുന്നത് തന്നെ. ഓക്കെ, ഇനിയിപ്പോൾ ഇത് പൊളിച്ചെടുത്തതിന് ശേഷം ഈ അകത്തുള്ള ഈ സംഭവം ഉണ്ടല്ലോ, ഇത് നമുക്ക് ഇങ്ങനെ വലിച്ചിളക്കി കളയാം, അല്ലെങ്കിൽ കത്രിക കൊണ്ട് ഇങ്ങനെ മുറിച്ച് കളയാം. ഓക്കെ, ഇതാണ് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ്. അതിനുശേഷം എൻ്റെ ബാക്കിൽ ഇത് കണ്ടില്ലേ, ഇതേപോലെ ഒരു ചെറിയൊരു കവറിങ് ഉണ്ട്. അതിങ്ങനെ ഒന്ന് പൊളിച്ചിട്ട് എൻ്റെ അകത്തുള്ള ബ്ലാക്ക് സംഭവം കളയണം. ഇത്രയേ ഉള്ളൂ ക്ലീനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ 2 സംഭവം ചെയ്താൽ മതി. ആദ്യം ഷെല്ല് ഓപ്പൺ ചെയ്യുക, പിന്നെ ഫ്രണ്ടിലുള്ള ചെറിയ സംഭവം ഇളക്കി കളയുക, പിന്നെ ബാക്കിൽ ആ ഒരു ബ്ലാക്ക് സംഭവം ഉണ്ട് അതും കളയുക. ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ. ഷെല്ല് ആദ്യം തുറക്കണം, പിന്നെ ഇതിങ്ങനെ പൊളിച്ചിട്ട് ഇതിൻ്റെ ബാക്കിൽ കണ്ടില്ല ഒരു ചെറിയൊരു സംഭവം ഉണ്ട്, ഒരു ബ്രൗൺ കളർ. അത് വലിച്ചിളക്കി കളയാം, അല്ലെങ്കിൽ കത്രിക കൊണ്ട് മുറിച്ച് കളയാം. എന്നിട്ട് എൻ്റെ ഫ്രണ്ടിൽ ഇതേപോലെ ഒരു ബ്ലാക്ക് കളർ സംഭവമുണ്ട്, ഇങ്ങനെ പൊളിച്ചിട്ട് അത് ഇളക്കി കളയാം. ഇത്രയേ ഉള്ളൂ. ഇതേപോലെ എല്ലാ ഷെൽസിൻ്റെയും ചെയ്യണം. കുറച്ച് ടൈം എടുക്കും കേട്ടോ. ഇത് നമ്മൾ 2 കിലോ കേട്ടോ വാങ്ങിച്ചേ. അത് 2 കിലോ ഇങ്ങനെ പൊളിച്ചിങ്ങനെ ചെയ്ത് വന്നപ്പോഴത്തേന് ആകെ ഒരു 400 ഗ്രാമൊക്കെ കാണത്തുള്ളൂ. അപ്പോൾ അതനുസരിച്ച് വേണം കേട്ടോ വാങ്ങിക്കാൻ. കുറച്ച് ക്വാണ്ടിറ്റിയേ കാണത്തുള്ളൂ. ഷെല്ലിനൊക്കെ അത്യാവശ്യം വെയിറ്റ് ഉണ്ടല്ലോ. അപ്പം അങ്ങനെ മൊത്തം എടുത്തതിന് ശേഷം ഇത്രയേ ഉള്ളൂ ആകെ ക്വാണ്ടിറ്റി. 2 കിലോ എന്ന് പറഞ്ഞാൽ ആകെ ഇത്രയേ ഉള്ളൂ. ഒരു 400-450 ഗ്രാം കാണും കഷ്ടി. ഓക്കെ, ഇനി നമുക്ക് ആദ്യമേ റോസ്റ്റ് ഉണ്ടാക്കാം. റോസ്റ്റ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ കേട്ടോ ഇതൊക്കെ. നമുക്ക് ഈ കക്കയുടെ കുറച്ച് എമൗണ്ട് വെച്ചിട്ട് നമുക്ക് റോസ്റ്റ് രൂപത്തിലുണ്ടാക്കാം. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ആദ്യം പാൻ വെക്കണം, എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിക്കുക. ഓക്കെ, ശേഷം കടുക്, മസ്റ്റാർഡ് ഇട്ടു. ഇനി അത് പൊട്ടട്ടെ, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. യെസ്, പൊട്ടാൻ തുടങ്ങി. ഇനി നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഓരോ സാധനങ്ങൾ ഇടാം. കുറച്ച് സവാളയും ചെറിയ ഉള്ളി അരിഞ്ഞത്, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞത്, കുറച്ച് പച്ചമുളക്, കുറച്ച് കറിവേപ്പില അരിഞ്ഞത്. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഓക്കെ, നമുക്ക് ആദ്യമേ
ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ചേക്കുന്ന ആദ്യം ഇടാം. ഓക്കെ, അത് ആഡ് ചെയ്ത് ഇനി അത് ലൈറ്റ് ബ്രൗൺ കളർ ആവട്ടെ. നല്ല മണം കേട്ടോ. ഓക്കെ, അത് കുറച്ചൊന്നായി വരുമ്പോൾ തന്നെ നമുക്കിനി അടുത്ത് സവാള ഇടാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. ഇതുപോലത്തെ ഫുഡ് വീഡിയോസും ട്രാവൽ വീഡിയോസും നമ്മളെല്ലാ വീഡിയോസും ചെയ്യുന്നതാണ് കേട്ടോ. ഹോട്ട് വീൽസും കാർസും എല്ലാ വീഡിയോസും നമ്മൾ ചെയ്യുന്നതാണ്. അതൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ നമ്മൾ സവാള ഇട്ടു. ഫുഡ് വീഡിയോസിനൊക്കെ അത്യാവശ്യം നല്ല വ്യൂസ് ഉണ്ട്. അത്യാവശ്യം കുറേ പേര് കമൻറ്റ് ചെയ്യും, പേഴ്സണലി മെസ്സേജ് അയക്കാറുണ്ട്, നല്ല എന്നൊക്കെ പറയാറുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതുപോലെ സപ്പോർട്ട് മുമ്പോട്ടും ഉണ്ടാവണേ. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിടാം. കുറച്ച് മതി കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ, ഇത് ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് തക്കാളി ഇടാം കേട്ടോ. തക്കാളി ഇടുന്നതിന് മുമ്പ് നമ്മൾ ഇച്ചിരി പച്ചമുളകും പിന്നെ കുറച്ച് പച്ചമുളക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ലാസ്റ്റ് ഇടാം. പച്ചമുളകും ഇച്ചിരി കരിവേപ്പില അത് അരിഞ്ഞായിട്ടോ ഇട്ടേക്കുന്നത്. ഇനി കുറച്ച് തക്കാളി, ഓക്കെ, അതും കൂടെ ആഡ് ചെയ്യാം. കുറച്ച് പച്ചമുളകും കരിവേപ്പിലയും മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഇടയ്ക്ക് ലാസ്റ്റായിട്ട് ഇടാം. ഓക്കെ, ഇനി അത് ജസ്റ്റ് ഒന്ന് വഴണ്ട് വരട്ടെ. ഓക്കെ, ഇത് ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പൊടികളൊക്കെ ആഡ് ചെയ്യാം. ചില്ലി പൗഡർ, ടർമറിക് മഞ്ഞൾപ്പൊടി, ഓക്കെ, പെപ്പർ കുരുമുളക് പൊടി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മുടെ സ്പെഷ്യൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കല്ലുമക്കായി. നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി ഇടുന്നുള്ളൂ കേട്ടോ. ബാക്കി നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഇത് കഴിഞ്ഞ ശേഷം പറയാം കേട്ടോ. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള എമൗണ്ട് ഇടാം. ഞങ്ങൾ 3 പേരേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മതി. ഒരു നേരത്തിന് എടുക്കാവുന്ന രീതിയിൽ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, നമുക്ക് ആവശ്യത്തിനുള്ളത് റോസ്റ്റിനുള്ളത് എടുത്തിട്ടുണ്ട്. ബാക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, കണ്ടില്ലേ, കുറച്ചേ ഉള്ളൂ. 2 കിലോ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം കേട്ടോ, ഒന്ന് വേവാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന കുറച്ച് പച്ചമുളകും കരിവേപ്പില ഉണ്ടായിരുന്നു, അത് ആഡ് ചെയ്യാം. കുറച്ച് ഫ്രഷ് ആയിട്ട് ഇരിക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഉപ്പിടാം. കല്ലുമക്ക ആഡ് ചെയ്തല്ലോ, കുറച്ച് നമുക്ക് ഉപ്പിടാം. കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കാം ആവശ്യത്തിന് വേവിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, വെള്ളം ഒഴിച്ചു. ഇനി ഇത് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിട്ടെ. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള പോർഷൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള അരപ്പൊക്കെ ഒന്ന് തേച്ച് സെറ്റാക്കി വെക്കാം. അപ്പോൾ അതിനാദ്യമേ മുളക് പൊടി ആഡ് ചെയ്യുക, ചില്ലി പൗഡർ, പിന്നെ മഞ്ഞൾപ്പൊടി, ടർമറിക്, കുറച്ച് ബ്ലാക്ക് പെപ്പർ. ഓക്കെ, ഇനി സോൾട്ട് ടു ടേസ്റ്റ് ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിനിമൽ പൊടികളൊക്കെ മതി കേട്ടോ, അധികം പൊടികളുടെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, ജസ്റ്റ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക്, ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് അതവിടെ കുറച്ച് നേരം ഇരിക്കട്ടെ. എന്തായാലും നമ്മൾ ഇത് ഇന്ന് എടുക്കുന്നില്ല, അടുത്ത ദിവസത്തേനെ എടുക്കുന്നുള്ളൂ. ഇന്ന് നമ്മൾ റോസ്റ്റ് ആയിട്ടോ കഴിക്കുന്നത്. ഓക്കെ, കുറച്ച് അരിപ്പൊടി ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടേ അതും കൂടെ ജസ്റ്റ് തൂവിയിട്ടുണ്ട്. ഓക്കെ, ഇനി അത് അവിടെ ഇരിക്കട്ടെ, കുറച്ച് അവിടെ ഇരിക്കട്ടെ. അതിനുശേഷം നമ്മളത് പാത്രത്തിലാക്കി ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പോയിട്ടുണ്ട് അടുത്ത ദിവസം കഴിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ വീഡിയോ എങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഇനി കാണിച്ചു തരാം കേട്ടോ, ഡോണ്ട് വറി. അപ്പോൾ നമ്മുടെ റോസ്റ്റ് ഏകദേശം റെഡിയായി. ഓക്കെ, റെഡി. നമ്മൾ ഇച്ചിരി ഡ്രൈ ആക്കിയിട്ട് കേട്ടോ എടുക്കുന്നത്. റോസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഇച്ചിരി ഗ്രേവി പോലെ ഇതേപോലെ നല്ല ആയിട്ട് വേണമെങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് ഓഫ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. കുറച്ചും കൂടെ ഡ്രൈ ആക്കിയിട്ട് നമുക്ക് എടുക്കാം.
ഓക്കെ, നമ്മുടെ റോസ്റ്റ് ഏകദേശം റെഡിയായി. ഇത് നമുക്ക് ചോറിൻ്റെ കൂട്ടത്തിൽ കഴിച്ചു നോക്കാം, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. ലാസ്റ്റ് കുറച്ച് ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഡ്രൈ ആയിട്ട് കുറച്ചുകൂടി താല്പര്യം, അതുകൊണ്ട് കുറച്ചുകൂടി ഡ്രൈ ആക്കി കേട്ടോ. ഓൾറൈറ്റ്, ഇപ്പോൾ റെഡി, ഫുള്ളി റെഡി. ഞങ്ങൾക്ക് ചോറിൻ്റെ കൂടെ കഴിച്ചു നോക്കേ. അപ്പോൾ കുറച്ച് കല്ലുമക്കായി റോസ്റ്റും പിന്നെ കുറച്ച് ചോറും. ആഹാ, കഴിച്ചു നോക്കാം. ഒരു കല്ലുമക്കായി എടുത്ത് കുറച്ച് ചോറും കൂടെ കൂട്ടി ഒരു പിടി പിടിച്ചു നോക്കാം. കൊള്ളാം കേട്ടോ, സംഭവം വെറൈറ്റി ടേസ്റ്റ് കേട്ടോ. നോട്ട് ബാഡ്, കൊള്ളാം. ഐ ലൈക്ക് ഇറ്റ്. നെക്സ്റ്റ് ഡേ നമ്മൾ ഫ്രൈ ചെയ്യാൻ പോയിട്ടോ. അപ്പം ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കാം. ശാലോ ഫ്രൈ കേട്ടോ, അധികം ഡീപ് ഫ്രൈ ചെയ്യുന്നില്ല. ഡീപ് ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, അരമുറി സവാള അരിഞ്ഞത്, ഇത് വഴട്ടിയെടുക്കണം. ഓക്കെ, നമ്മൾ ഈ അരിഞ്ഞ വെച്ച എല്ലാ സംഭവം കൂടെ എണ്ണയിലോട്ട് ഇടാം, ഒരു ടേസ്റ്റ് വേണ്ടിയിട്ട്. ആണെങ്കിൽ കല്ലുമക്കായ മാത്രമായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതൊരു വേറൊരു ടൈപ്പ് ഓഫ് പ്രിപ്പറേഷൻ, ഒരു പൊടിക്കൈ വരാം. ഓക്കെ, ഇനി നമുക്ക് ഇന്നലെ നമ്മൾ പുരട്ടി വെച്ചേക്കുന്ന കല്ലുമക്കായ ആഡ് ചെയ്യാം. ആഹാ, ഇതിനകത്ത് അധികം പൊടികളും മസാലകളും ഒന്നുമില്ല. ഇത് സിമ്പിളാണ്. കുറച്ചുകൂടെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. നമ്മുടെ ഇന്നലെ തേച്ച് വെച്ച മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. നമുക്ക് എങ്ങനെയുണ്ടെന്ന് കഴിച്ച് നോക്കിയിട്ട് പറയാം കേട്ടോ. എന്നാലും നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് കറിവേപ്പില നമുക്ക് അരിഞ്ഞിടാം. കറിവേപ്പില കുറച്ച് കൂടുതൽ കിടന്നാലും നല്ല ടേസ്റ്റാണ്. ആണെങ്കിലും ടേസ്റ്റിൻ്റെ അല്പം കുരുമുളക് ഇടാമെന്നുണ്ടെങ്കിൽ സീ ഫുഡിനൊക്കെ കുരുമുളക് ടേസ്റ്റാണ്. അല്പം കുരുമുളക് കൊടുക്കാം. അപ്പം നമ്മുടെ കല്ലുമക്കായ റെഡി ആയിട്ടോ, ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റ് ചെയ്യാം. ഓക്കെ, സംഭവം ഉഷാറായി. ഇനി നമുക്കിത് കഴിച്ചു നോക്കാം. ചോറിൻ്റെ കൂടെ കഴിച്ചു നോക്കാം. സവാളയുണ്ട്. ആഹാ, പിന്നെ നമ്മൾ കുറച്ച് സാലഡും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. സാലഡ് നമ്മുടെ കക്ക ഫ്രൈയും ചോറും കൂടെ കൂട്ടി ഒരു പിടി പിടിച്ച് നോക്കാം. സൂപ്പർ, സംഭവം അടിപൊളി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് റോസ്റ്റിനെക്കാട്ടിലും കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട കല്ലുമക്കായ ഫ്രൈ ആയിട്ടോ. ഇത് കുറച്ചുകൂടി സിമ്പിളാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കല്ലുമക്കായ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. സംഭവം അടിപൊളി കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ കാണാം. ബായ്.